ഹിമാചൽ പ്രദേശിൽ അടിയന്തര നീക്കവുമായി പ്രതിപക്ഷം. കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്ന പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ നിയമസഭയിൽ നടന്ന കാര്യം ഗവർണറെ അറിയിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവർണർ ശിവപ്രതാപ് ശുക്ലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ജയറാം ഠാക്കൂർ. സംസ്ഥാന ബജറ്റിൽ മേൽ വോട്ടെടുപ്പ് വേണമെന്ന BJPയും ഗവർണറെ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയെ മാറ്റണമെന്നുള്ള ആവശ്യവുമായി വിമത MLA-മാരും രംഗത്തെത്തി. पिछले कुछ दिनों से जो घटनाक्रम विधानसभा के अंदर चल रहा है उस सारे घटनाक्रम की जानकारी महामहिम राज्यपाल महोदय जी को हमने दी है और ख़ास तौर से जिस तरह से विधानसभा के अध्यक्ष महोदय जी ने विपक्ष के साथ व्यवहार किया है और जो रुख अपनाया है उस संदर्भ में हमने जानकारी दी है। सरकार बहुत बड़े बहुमत में थी, उसके बावजूद भी जीते हैं और स्वाभाविक रूप से जो जीतने के जो सारी चीज़ें घटनाक्रम जो घटित हुई हैं सब वहाँ पर, उसमें अगर हम देखें तो वर्तमान में कांग्रेस की सरकार को सत्ता में रहने का कोई अधिकार नहीं है। ഹിമാചൽ പ്രദേശ് രാഷ്ട്രീയത്തിൽ പ്രതിസന്ധി പുകയുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ആകെ അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ആ ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ നീക്കങ്ങൾ, അപ്രതീക്ഷിത നീക്കങ്ങൾ കോൺഗ്രസിനെ ആകെ തളർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഏതാണ്ട് സർക്കാർ ഉണ്ടാക്കണമെന്ന അവകാശവാദവുമായി BJP ഏതാണ്ട് രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ബജറ്റിന്മേൽ വോട്ട് വേണം, വോട്ടെടുപ്പ് നടക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും BJP ഉന്നയിക്കുന്നത്. BJP ഇതിനോടകം തന്നെ ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിയമസഭയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഗവർണർക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശില് ഇപ്പോൾ നിലവിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വി ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് സിംഗ്വിയുടെ തോൽവി ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൽ നിന്നും 6 MLA-മാരും അതേപോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിന്ന 3 സ്വതന്ത്ര MLA-മാരുമാണ് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. അങ്ങനെ ഇരു സ്ഥാനാർത്ഥികൾക്കും 34 വോട്ട് വീതം ലഭിച്ചു. അതിനുശേഷം അത് നെറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ നെറുക്കെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല. മറിച്ച് അവിടെ BJP സ്ഥാനാർത്ഥിയായ ഹർഷ് മഹാജൻ വിജയിച്ചതായാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നതും MLA-മാരടക്കം BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഗവർണറെ സമീപിച്ചുകൊണ്ട് അവിടെ ബജറ്റിന്മേൽ വോട്ടെടുപ്പ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതും ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിൽക്കുന്നത്. അതായത് വളരെ സാവധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ഒരുപക്ഷെ രാഷ്ട്രീയ ചലനങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഹിമാചൽ പ്രദേശിൽ കാണുന്നത്. ഒരുപക്ഷെ സർക്കാർ തന്നെ താഴെ വീഴുവാനുള്ള ഒരു സാധ്യതയാണ് ഒപ്പം നിൽക്കുന്നത്. സുഖീന്ദർ സിംഗ് സുഖുവിന് ഒപ്പം നിൽക്കുന്ന MLA-മാർ പോലും അവർ BJP പക്ഷത്തേക്ക് ചായുന്നു. മുഖ്യമന്ത്രിയെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം MLA-മാർ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നു. ഇങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങളാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ സർക്കാർ തന്നെ മാറിമറിയുവാനുള്ള സാധ്യതകളാണ്. ഇപ്പോൾ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിലവിലിപ്പോൾ ഇന്നലെ സഭയിൽ നടന്ന കാര്യങ്ങളടക്കം ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന്മേൽ ഗവർണറുടെ തീരുമാനമടക്കം നിർണായകമാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. ഹിമാചൽ പ്രദേശിൽ അടിയന്തര നീക്കവുമായി പ്രതിപക്ഷം. കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്ന പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ പറയുന്നുണ്ട്. നിലവിൽ നിയമസഭയിൽ നടന്ന കാര്യം ഗവർണറെ അറിയിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവർണർ ശിവപ്രതാപ് ശുക്ലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ജയറാം ഠാക്കൂർ. സംസ്ഥാന ബജറ്റിൽ മേൽ വോട്ടെടുപ്പ് വേണമെന്ന BJPയും ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയെ മാറ്റണമെന്നുള്ള ആവശ്യവുമായി വിമത MLA-മാരും രംഗത്തെത്തിയിരിക്കുകയാണ്. നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.